ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാഹിൻ ഫൺ 07 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്ന ജനുവരിയിലെ എലൈറ്റ് പാസിനെ കുറിച്ചാണ്. സീസൺ 44 എലൈറ്റ് പാസിനെ കുറിച്ചാണ്. ജനുവരിയിൽ വരാൻ പോകുന്ന എലൈറ്റ് പാസിൽ നമുക്ക് ഏത് ഇമോട്ടായിരിക്കും കാണാൻ സാധിക്കുന്നത്, ഏത് കാറിന്റെ സ്കിന്നാണ് ഫ്രണ്ട്സ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്, ഏത് ഗണ്ണിന്റെ സ്കിന്നാണ് ഫ്രണ്ട്സ് ലഭിക്കാൻ പോകുന്നത്, പിന്നെ അത് മാത്രമല്ല നമുക്ക് ഏത് ബണ്ടിലാണ് ലഭിക്കാൻ പോകുന്നത്, നമുക്ക് നോക്കാം. ഫുൾ ഡീറ്റെയിൽസ് നോക്കാം. സോ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതുമാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ നിന്നും വീഡിയോ ആണെങ്കിൽ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. കാരണം ഇതേപോലെ ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. മറക്കാതെ ബെല്ലൈക്കൺ അമർത്തിയേക്ക്. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ആദ്യമേ തന്നെ ജനുവരിയിൽ വരാൻ പോകുന്ന എലൈറ്റ് പാസിൽ കാണാൻ സാധിക്കുന്നത് ഈ കാറിന്റെ സ്കിന്നായിരിക്കും. കാണാൻ വലിയ അടിപൊളിയൊന്നുമല്ല. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും ഇവിടെ കാർ 98ന്റെ സ്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ബിഗ് ബാങ് എന്ന് പറഞ്ഞിട്ടുള്ള കാറിന്റെ സ്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ദെൻ നമുക്കൊരു 20 ടോക്കണൊക്കെ ആകുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ഫീമെയിൽ കോസ്റ്റ്യൂമാണ് ഫ്രണ്ട്സ്. എന്തായാലും ഒരു ബ്ലൂ കളർ കോസ്റ്റ്യൂം കാണാൻ സാധിക്കും. ദെൻ ഫ്രണ്ട്സ് നമുക്കൊരു ബാനർ കാണാൻ സാധിക്കും. ഒരു നല്ല കാണാൻ തരക്കില്ലാത്തൊരു ബാനർ കാണാൻ സാധിക്കും. ദെൻ നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും എടുക്കാൻ ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ഒരു ടീഷർട്ട് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ദെൻ ഫ്രണ്ട്സ് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ ഗെയിമിലേക്ക് നമുക്ക് ലഭിക്കാൻ പോകുന്ന അടുത്ത എലൈറ്റ് പാസിലെ ഫീമെയിൽ കോസ്റ്റ്യൂം. ഇതായിരിക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കോസ്റ്റ്യൂമാണ് ഫ്രണ്ട്സ്. എന്തായാലും നമ്മുടെ ഗെയിമിലേക്ക് ഇതിനു മുമ്പ് വരാത്ത രീതിയിലുള്ളൊരു മാസമായിട്ടുള്ളൊരു ഫീമെയിൽ കോസ്റ്റ്യൂമാണ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു കളർഫുൾ കോസ്റ്റ്യൂമാണ്. നമുക്ക് എന്തായാലും ഒരു വെറൈറ്റി, സാധാരണ ഇങ്ങനത്തെ ഉള്ളൊരു കോസ്റ്റ്യൂംസൊക്കെ എലൈറ്റ് പാസ് വരാറില്ല. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 2-3 എലൈറ്റ് പാസ്സായിട്ട് നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള എലൈറ്റ് പാസ് വന്നിട്ടില്ല. അപ്പോൾ ഇത് വേറെ ലെവലായിട്ടുണ്ട്. നമുക്കൊരു 80 എലൈറ്റ് ബാഡ്ജൊക്കെ ആകുമ്പോൾ നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ കാണുന്ന മാക്സ് 7 ഗണ്ണിൻ്റെ സ്കിന്നായിരിക്കും. ഒരു രക്ഷയില്ലാത്തൊരു സ്കിന്നാണ്. ദെൻ ഫ്രണ്ട്സ് അതിനുശേഷം നമുക്ക് എല്ലാവർക്കും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ബൂം എന്ന് എഴുതിച്ചിട്ടുള്ള ഒരു മാസമായിട്ടുള്ള ഒരു കോസ്റ്റ്യൂം കാണാൻ സാധിക്കും. ഒരു ടീഷർട്ട് കാണാൻ സാധിക്കും. അത് നമുക്ക് എല്ലാവർക്കും ലഭിക്കാൻ പോകുന്നതാണ്. നമ്മളിപ്പോൾ കാണുന്ന ഐറ്റം എന്താണ്? ഒരുപാട് പ്ലേയേഴ്സ് ഇപ്പോൾ നോക്കിയിരിക്കുന്നുണ്ടാവും, എന്താണെന്ന് ചോദിക്കുന്നുണ്ടാവും. ഇതാണ് ബ്രോ ഗൈസ് നമുക്ക് വരാൻ പോകുന്ന സർഫ് ബോർഡ്. ഇതായിരിക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ള സർഫ് ബോർഡാണ് ഫ്രണ്ട്സ്. പിന്നെ നമുക്കൊരു അവതാർ കാണാൻ സാധിക്കുന്നുണ്ട്. ദെൻ ഫ്രണ്ട്സ് നമ്മൾ ഇപ്പോൾ കാണുന്നതാണ് ഗ്രാനൈഡ് സ്കിന്നാണ് ഫ്രണ്ട്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നല്ല ആവശ്യത്തിന് നല്ല പൊളിയായിട്ടുള്ള ഒരു ഗ്രാനൈഡ് സ്കിന്നാണ്. ഓക്കെ, നമുക്ക് അവതാറും ബാനറും കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള അവതാറും ബാനറാണ് ഫ്രണ്ട്സ്. പിന്നെ അതിനുശേഷം നമുക്കിവിടെ താഴെ നമുക്കൊരു ലൂട്ട് ബോക്സ് കാണാൻ സാധിക്കുന്നുണ്ട്. വേറെ ഒരു ലെവലായിട്ടുള്ള, അതായത് അവതാറിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് ലൂട്ട് ബോക്സ് ആണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ലൂട്ട് ബോക്സ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയ ഒരു റോക്കറ്റിനൊക്കെ പോലെ തോന്നിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് കാണുമ്പോൾ നമുക്ക് ഈ ലൂട്ട് ബോക്സ് കാണാനായിട്ട്. ഓക്കെ, നമ്മളിവിടെ സ്ക്രോൾ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു അവതാർ കാണാൻ സാധിക്കുന്നുണ്ട്. ദെൻ ഫ്രണ്ട്സ് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ഒരു ബാക്ക് പാക്ക് കാണാൻ സാധിക്കും. അതിന് താഴെയായിട്ട് നമുക്ക് അതായത് എലൈറ്റ് അടിച്ച പ്ലേയേഴ്സിന് മാത്രം ലഭിക്കാൻ പോകുന്ന ഒരു ബാക്ക് പാക്കാണ് ഫ്രണ്ട്സ് താഴെ കാണുന്നത്. ഇതെന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബാക്ക് പാക്കാണിത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ബാക്ക് പാക്കിൻ്റെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഒക്കെ കാണുന്നത് ഇങ്ങനെയായിരിക്കും. ദെൻ ഫ്രണ്ട്സ് നമ്മൾ വലത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന ഫുൾ, അതായത് മെയിൽ ബണ്ടിൽ. ഇതായിരിക്കും നമുക്ക് ടീഷർട്ടും നമുക്ക് പാൻറ്റൊക്കെ കാണാൻ വേറെ ലെവലായിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു എലൈറ്റ് പാസിൻ്റെ ഒരു മാസമായിട്ടുള്ള ഒരു എലൈറ്റ് പാസ്സാണ് ഫ്രണ്ട്സ് ഗെയിമിലേക്ക് വരാൻ പോകുന്നത്. ഇതുപോലെയുള്ള എലൈറ്റ് പാസ്സൊക്കെ ഗെയിമിലേക്ക് വരണം, അപ്പോൾ മാസമായിരിക്കും. ഈ ഒരു കോസ്റ്റ്യൂമിൻ്റെ ഹെയർ ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് മറ്റൊരു കോസ്റ്റ്യൂംസൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ടീഷർട്ടൊക്കെ ഇടാൻ പറ്റുന്നതായിരിക്കും. വേറെ ലെവലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോസിനെ നിങ്ങൾ യൂട്യൂബ് ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, മാക്സിമം സപ്പോർട്ട് തരിക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.